പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? തിരികെ പിണ്ണാക്ക് തിരി പരത്തി ഗുരു പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ പുരുഷൻ നോർമലി നടക്കുന്നത് ദാ ഇങ്ങനെയാണ്. ഒരു ചേഞ്ച് ആയി കിട്ടുന്ന കരുതി നടക്കുമോ? ഐ ഡോണ്ട് ഹാവ് ഫീലിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ്. നേരത്തെ കാണിച്ചത് ഏകമുദ്ര, വിരൽ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് ദ്വിമുദ്ര, രണ്ടുപേർ. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ഒന്ന് എഴുതാം. കട്ടെ 1 2 3 4 പറയുമ്പോ പോകണം. ഓക്കെ 1 2 3 4 ഞാൻ 1 2 3 പറഞ്ഞ ഓണല്ല. 1 2 3 1 2 3 ഓക്കെ റെഡി. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഉപ്പേരി തുടങ്ങിയല്ലേ? നമ്മുടെ അനിയന്റെ വീട്ടിലാണ് നമ്മുടെ ഇന്നത്തെ വിഷു ആഘോഷം. ലത്തീഫൊക്കെ ഉണ്ട്, അശ്വതിന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഊട്ടിയിൽ നിന്ന് വരുന്നവരാണ്. ഊട്ടി ഫ്രം ഊട്ടി, കൂട്ടുകറി കൂട്ടുകാർക്ക് കൂട്ടുകറി. പപ്പടം റെഡിയാണ്. പപ്പടം ഫ്രം അശ്വതി. ഓക്കെ അടിപൊളിയാ. ഇപ്പൊ ടേസ്റ്റ് നോക്കാനോ? അടിപൊളിയാ, പ്രമാദം. ടേസ്റ്റ് നോക്കിയാ എങ്ങനെയുണ്ട്?
ടോപ്പ് ടോപ്പ്. എന്താണ് വന്നത് സാധനം? തോരൻ. പപ്പടം കുറച്ച് പൊട്ടച്ചോ. തോരൻ റെഡിയാണ്. തോരൻ ഓലൻ. ഓലൻ. ഓ മാറിപ്പോയേ. ഓലൻ. ഓലൻ എന്നെല്ലാം കേട്ടില്ലേ? ഓലൻ എന്നാണ് സാർ. അടുത്തത് പച്ചടി കിച്ചടി. വെച്ചടി തിന്നാം പച്ചടി ഉണ്ടെങ്കിൽ. The girl behind this, the lady behind this special food. Thank you. ഇതുവരെ ടോപ്പായിരുന്നു അല്ലേ? ഇനി ചോറും കൂടി വന്നിട്ട് നമുക്ക് നോക്കാം. ഒരാൾക്കുള്ള തിരി തേങ്ങാ പിണ്ണാക്ക് തിരി പരത്തി ഗുരു. അതായത് മതി കുറേ ഈ ചോറിന് ഇങ്ങനെ ഒരു കുണ്ടു വയ്ക്കണം. സാമ്പാറില്ലാതെ നമുക്ക് എന്താ ആഘോഷവും? കഷ്ണം അടക്കം വന്നോട്ടെ. ഓ എനിക്ക് പോയേ അടച്ചോനെ. ഓക്കെ ഓക്കെ ഓക്കെ. സാമ്പാറിൽ വെണ്ടക്ക മുഴച്ചു നിൽക്കുന്നുണ്ട്. നല്ലതാ. കുണ്ടിൽ നിറച്ച സാമ്പാർ അൽ വെണ്ടക്ക. വെരി സ്വാദ്. അനി തിന്നുമ്പോണ്ടല്ലോ ചൂടുണ്ട്. പണ്ട് കാലത്തില് ഇത് ചൂട് തണിയാൻ വേണ്ടി അറിയാം. ഇത് കുറച്ച് ഇതിനകത്ത് ഇടുക. അപ്പൊ ചൂട് കുറച്ച് ഓടി. ഇതും കുറച്ച് ഇടുക. അപ്പൊ ചൂട് കുറച്ച് ഓടി. എന്നിട്ടുണ്ടല്ലോ കോൻ പുലാര അതാ സാധനം. പുളിയിഞ്ചി പറയൂ. ആ പുളി ഇഞ്ചി എന്ന് പറയും. രസമുണ്ടോന്നും അറിയില്ല. രസം വേറെ സാധനല്ലേ? രസം ബാക്കിയില്ല. അപ്പൊ രസത്തിന് വേണ്ടിയിട്ട് കൂടി ഉണ്ടാക്കിയ ഒരു പുളിയിഞ്ചി ചെയ്ത്. മർഹബ. ഇതിനെ സ്നേഹിക്കണം ഫുഡിനെ. ഉരുളക്കിഴങ്ങ്, പച്ചക്കായ്, വെണ്ടക്ക പല ഭാഗങ്ങളിൽ നിന്ന് കടിക്കുന്നുണ്ട്. വെരി നൈസ്. വെരി നൈസ്. അനിയന്റെ വീട്ടിലെ ആഘോഷം ഇന്ന് വിഷു ആഘോഷം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഇതാ എനിക്ക് അശ്വതിന്റെ ഫ്രണ്ട്സിന്റെ ഇവിടെ. അശ്വതിന്റെ ഫ്രണ്ട്സ് വിഷു ആശംസകൾ. കുവൈറ്റ്. ഓ വെരി നൈസ് വെരി നൈസ്. പ്രത്യേകിച്ചുണ്ട്. ചോറിന്റെ കൂടെ ഉണ്ട് തീർച്ചയായിട്ടും. അച്ഛനാണ് പോലും അച്ഛൻ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്ത വാക്കാ. ഓ ധാരാളം ചോറ് ഫുള്ള്. എന്താണ് ചോറിന്റെ അഭിപ്രായം? അടിപൊളി ചോറ്. അടിപൊളി. ചൂടുള്ള പായസം കൈ പാർന്നിട്ട് കൂടിയാണ്. പക്ഷെ ചൂടുള്ള പാർന്നൂടാ. അപ്പൊ നമുക്ക് ഇലയെ പാരാം. ഇതല്ല ഇതിങ്ങനെ ഇലയിൽ പറഞ്ഞാലേ ചൂടുണ്ട് മക്കളെ. പ്രമാദമായ പ്രഥമല്ലേ ഇതിലെ? ചൂടുണ്ട്. അപ്പോ പറയാൻ വാക്കുകളില്ല. മധുരം, മനോഹരം. അടിപൊളി അടിപൊളി. എടൽപ്പിടയിലെ വിഷു ആഘോഷം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നതായി അറിയിക്കുന്നു.